ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. Good evening, everyone. സോ നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പോസ്റ്റ് ആണ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം February 18th എക്സാം. അപ്പൊ ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന വളരെ നല്ലൊരു പോസ്റ്റ് ആണ്. ബിക്കോസ് നെക്സ്റ്റ് നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ നെക്സ്റ്റ് എന്താ പറയുക പ്രൊമോഷനിൽ നമുക്കൊരു ഗസറ്റഡ് റാങ്ക് ഓഫീസർ ആവുകയാണ് നമ്മൾ ചെയ്യുക. സോ എന്താണ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലെ. അതായത് നമുക്ക് ആകെ IEO എന്നുള്ള കാര്യമാണ് അറിയുന്നത്. അത് എന്താണ് അല്ലെ, അതിന്റെ ഡീറ്റെയിൽസ്, മുമ്പ് എന്നാണ് എക്സാം നടന്നത്, അന്ന് എത്ര അഡ്വൈസ് പോയിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആൻഡ് ഈ IEOയുടെ ജോബ് റോൾ എന്താണെന്ന് നമുക്കറിയണം അല്ലെ. വെൻ യു ക്ലിയർ ദ എക്സാം നമ്മളാണ് നെക്സ്റ്റ് IEO. സോ നമുക്ക് ആ ജോബ് റോൾ കാര്യങ്ങളുടെ ക്ലാരിറ്റി വേണം. പ്രൊമോഷൻ സിലബസ് എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മുടെ സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ ആൻഡ് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയാൻ പോകുന്നത്. അപ്പൊ പോസ്റ്റ് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആണ്. ആൻഡ് എന്താണ് സ്കെയിൽ ഓഫ് പേ, നല്ല ഒരു സ്കെയിൽ ഓഫ് പേ ആണ്. 50,000 to എന്താണ് 1,05,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ഉണ്ട്. ആൻഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ആൻഡ് എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. എത്രയാണ്? February 18th കൺഫർമേഷൻ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൾറെഡി സ്റ്റാർട്ട് ആയി. ആൻഡ് December 12th അത് എൻഡ് ആവും. അപ്പം കൺഫർമേഷൻ ഇതുവരെ കൊടുക്കാത്തവർ എന്ത് ചെയ്യുക, ഓൾറെഡി കൺഫർമേഷൻ ഒക്കെ കൊടുത്തു വെക്കാം. ഓക്കെ, അത് മിസ് ആവാതെ കൊടുത്തു വെക്കാം. ബിക്കോസ് ദിസ് ഇസ് സച്ച് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഈ എക്സാം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും വിത്ത് പ്രോപ്പർ പ്ലാൻ. അപ്പോ നമ്മൾ എപ്പോഴും ലാസ്റ്റ് അഡ്വൈസിനെ കുറിച്ചൊന്ന് നോക്കണം അല്ലെ. എന്നാണ് ലാസ്റ്റ് ഈ എക്സാം നടന്നത്? അപ്പം December 3rd, 2019 ലാസ്റ്റ് ആയിട്ട് എക്സാം നടന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നത് 8/12/2021 ആൻഡ് അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കിക്കേ, 46.33 മാർക്സ് ആയിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്സ്. ആൻഡ് അന്ന് കിട്ടിയ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 67 മാർക്സ് ആയിരുന്നു. സോ ആ കട്ട് ഓഫും മാർക്സും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് എക്സാം വാസ് കൈൻഡ് ഓഫ് ഒരു എന്താണ് ഒരു മീഡിയം ടു ടഫ് ലെവൽ എക്സാം തന്നെയായിരുന്നു അന്ന് നടന്നിരുന്നത്. ഓക്കെ, ആൻഡ് ഒരു 65 അഡ്വൈസ് പോയിട്ടുണ്ട്. ആൻഡ് റാങ്ക് ലിസ്റ്റ് എന്താണ് ഈ ഡിസംബറിൽ എക്സ്പയർ ആവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഫെബ്രുവരി അടുത്ത എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ വേക്കൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് എന്താണ് ആക്ച്വലി IEOയുടെ ജോബ് റോൾ എന്ന് അറിയണം അല്ലെ. അപ്പം ജോബ് റോൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡസ്ട്രീസിന്, നമ്മുടെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സിനൊക്കെ എന്താണ് ടെക്നിക്കൽ സപ്പോർട്ട്സ് ആൻഡ് അവർക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ്സിനും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും കൊടുക്കുക എന്നുള്ളതാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്, നമ്മുടെ കേരളത്തിലുള്ള മൈക്രോ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് എന്ത് ചെയ്യാണ്, നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അവരുടെ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യാണ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവാനായിട്ട് വേണ്ടി. അപ്പൊ നമുക്ക് അവർക്ക് എന്താണ്, അവർക്ക് രജിസ്ട്രേഷൻ കിട്ടാനും അതിനുവേണ്ട ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ, അല്ലെങ്കിൽ ഇത് ലൈക്ക് വളരെ നല്ലൊരു പ്രൊജക്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ ബിസിനസ് പേഴ്സൺസിന്റെ പ്രൊജക്ടും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്
നമ്മുടെ ഇവരുടെ IEOസിന്റെ മെയിൻ ജോബ് റോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇതൊരു ഫുൾ ടൈം എന്താണ് ഫീൽഡിലുള്ള ഒരു പോസ്റ്റ് ആണോ? അല്ല, ദിസ് ഇസ് എൻ ഓഫീസ് ജോബ് തന്നെയാണ്. നമുക്ക് വല്ലപ്പോഴും എന്താണ് ഫീൽഡ് വിസിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഫീൽഡ് വിസിറ്റ്സിന് തന്നെ എന്താണ് നമുക്ക് അതിന് ഇന്റേൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇന്റേൺസ് അല്ലെങ്കിൽ നമുക്ക് ഇന്ന ആൾക്കാരെ നമുക്ക് നമ്മുടെ കീഴിൽ ഇന്റേൺസ് ഉണ്ടാവും. സോ ദാറ്റ് അങ്ങനത്തെ കൺഫ്യൂഷൻസ്, ഈസ് ദിസ് എ ഹെക്ടിക് വർക്ക്, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നല്ല രീതിയിലുള്ള ജോബ് റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ ജോബിൽ കയറി നമ്മുടെ നെക്സ്റ്റ് പ്രൊമോഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയണം അല്ലെ. അപ്പൊ IEOയുടെ നെക്സ്റ്റ് പ്രൊമോഷൻ വരുന്നത് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ ഓഫീസർ ആയിട്ടാണ്. ആൻഡ് ഇത് IEO ഇസ് നോട്ട് എ ഗസറ്റഡ് പോസ്റ്റ്, പക്ഷേ ADIO എന്ന് പറയുന്നത് ഇസ് എ ഗസറ്റഡ് പോസ്റ്റ്. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രൊമോഷൻ വരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ്. ആൻഡ് നിങ്ങൾ PSC എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, റീസെന്റ് ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാം കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ IEO ആയിട്ട് നമ്മൾ കയറിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോട്ടഡ് ആയിട്ട് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് മാറും. ആൻഡ് ഈ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാം എഴുതിയവർക്ക് അറിയാം, IEOയുടെ സിലബസ് ഇസ് ലൈക്ക് സിമിലർ ടു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ സിലബസ്. സോ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളെ വിചാരിച്ച പോലെ നമുക്ക് പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല, കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നവർക്ക് ഉള്ള ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് IEO. ബിക്കോസ് ഓൾറെഡി ആ സിലബസ് കവർ ചെയ്തവർക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിവിഷൻ പോലെ കാണാനായിട്ടും പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഡെപ്യൂട്ടി ഡയറക്ടർ ആവും, ജോയിന്റ് ഡയറക്ടർ ആവും, അഡീഷണൽ ഡയറക്ടർ, ആൻഡ് ലാസ്റ്റ് എന്ന് പറയാൻ ഡയറക്ടർ ആണ്. പക്ഷെ ഇത് IAS പോസ്റ്റ് ആണ്. IAS ഉള്ളവർക്കാണ് ഡയറക്ടർ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പം IEO ആയിട്ട് കയറുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു അഡീഷണൽ ഡയറക്ടർ വരെയൊക്കെയാണ് പ്രൊമോട്ടഡ് ആവുന്നത്. ഓക്കെ, നമ്മൾ കയറുന്ന ഏജും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്താണ് ഒരു അഡീഷണൽ ഡയറക്ടർ വരെയാണ്, അല്ലെങ്കിൽ ഒരു ജോയിന്റ് ഡയറക്ടർ വരെയാണ് നമുക്ക് പ്രൊമോഷൻസ് കിട്ടുക. സോ ഇതാണ് നമ്മളുടെ IEOയുടെ മെയിൻ ബേസിക് ആയിട്ടല്ലേ നമുക്ക് ജോബ് റോൾ അറിയണം, പ്രൊമോഷൻസ് ഒക്കെ അറിയണം. ഇനിയാണ് നമുക്ക് എങ്ങനെ എനിക്ക് IEO ആവാം, അല്ലെ എനിക്ക് എങ്ങനെ ഈ എക്സാം ക്ലിയർ ചെയ്യാം, അതാണ് ഇപ്പോഴത്തെ മെയിൻ ഫോക്കസ്. അപ്പൊ അതിന് നമ്മൾ സിലബസ് എങ്ങനെയാണെന്ന് നോക്കണം. ആൻഡ് നിങ്ങൾ പ്രീവിയസ് 2019 നടന്ന എക്സാമിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പം വളരെ എളുപ്പത്തിലുള്ള ഒരു സിലബസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. മുമ്പ് നടന്ന എക്സാംസിന് നമുക്ക് ബേസിക്, സിവിൽ, മെക്കാനിക്കൽ ഒക്കെ പഠിക്കണമായിരുന്നു. നമ്മൾ ആദ്യം പഠിക്കുന്ന എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ബേസിക് സബ്ജക്ട്സ് ഒക്കെ പഠിക്കണമായിരുന്നു. പക്ഷെ ഇത്തവണ സിലബസ് മാറ്റിയിട്ട് വെറും 3 സബ്ജക്ട്സ് ആണ് വെച്ചിരിക്കുന്നത്. 1 എഞ്ചിനീയറിംഗ് മാത്സ്, 2 എഞ്ചിനീയറിംഗ് ഫിസിക്സ്, 3 എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. ആക്ച്വലി ഇത് വളരെ നല്ലൊരു സിലബസ് ആണ്. ബിക്കോസ് നമ്മള് ഈ 3 സബ്ജക്ട്സും എല്ലാ ബ്രാഞ്ചുകാരും ഒരേപോലെ പഠിക്കുന്നതാണ്. നമ്മുടെ ബേസിക് സബ്ജക്ട്സ് ഇപ്പൊ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും മാറിക്കഴിഞ്ഞാൽ ആസ് എ സിവിൽ എഞ്ചിനീയർ മെക്കാനിക്കലി എന്ന് ചോദിക്കുന്ന ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടില്ല. പക്ഷെ ഇതിപ്പോ ആർക്കും അപ്പർ ഹാൻഡ് ഇല്ല. എല്ലാവരും ഒരേപോലെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ BTechന് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ തന്നെ നോക്കിക്കാൻ മാത്സ് എന്ന് പറയണോ 40% ഉണ്ട്, ആൻഡ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കൂടിയിട്ട് 30-60 ഉണ്ട്. സോ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ കുറെ പേർക്ക് മാത്സ് സച്ച് എ നൈറ്റ് മെയർ, കുറെ പേർക്ക് അയ്യോ മാത്സ് 40 മാർക്കിന് അത് പ്രശ്നം. പക്ഷെ അങ്ങനെ നോക്കുന്നവർ നോക്കുക, 40 മാർക്കിന് മാത്സ്, ബാക്കി 60 മാർക്കിന് തിയറി സബ്ജക്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ മാത്സിന് സ്കേറി ആയിട്ട് കാണുന്നവർക്കും എന്താണ് അപ്പർ ഹാൻഡ് ഉണ്ട്. ലൈക്ക് 60 മാർക്സിന് തിയറി വരുന്നുണ്ട്, ബാക്കി നമുക്ക് മാത്സും പഠിച്ചെടുക്കാം. സോ മാത്സ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ എന്താ പറയാ കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കുന്ന, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന പോലത്തെ രീതിയിലാണ്. നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ ഗേറ്റ് അപ്രോച്ചിലാണ് പഠിക്കുക. സോ നോക്കുകയാണെങ്കിൽ മോഡ്യൂൾസ് നോക്കുമ്പോൾ തന്നെ ലീനിയർ ഓൾജിബ്ര, കാൽക്കുലസ്, ODE ഒക്കെയാണ് വരുന്നത്. അതിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാൽക്കുലസിനും പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനും 12 മാർക്സിന് വരുന്നുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ 8 മാർക്കിന് വരുന്നുണ്ട്. ആൻഡ് അതൊരു ചാപ്റ്റർ, ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ സച്ച് എൻ ഈസി ചാപ്റ്റർ. അതിൽ നിന്ന് വരുന്ന 8 മാർക്കിന് 8 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സിനായിരിക്കും മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരിക. ആൻഡ് ഇവിടെ നമുക്കുള്ളൊരു അപ്പർ ഹാൻഡ് എന്താന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാം കഴിഞ്ഞ് പുതിയ പാറ്റേണിൽ PSC നടത്തുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാം ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് വി ഹാവ് എ റെഫറൻസ്. അത് വെച്ച് നമുക്ക് റെഫർ ചെയ്യാം അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു എന്ന്. ആൻഡ് അത് വെച്ച് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, പക്ഷെ അവരെന്താ ചെയ്തത്, ടൈം കൺസ്യൂമിങ് ആക്കി. കാൽക്കുലസിന് ചോദിച്ച ചോദ്യം എളുപ്പമായിരുന്നു, പക്ഷെ വാട്ട് ദേ ഡിഡ് ഇസ് ലൈക്ക് ഒരു ട്രിപ്പിൾ ഇന്റഗ്രേഷൻ പോലത്തെ പ്രോബ്ലം, സമയം കളയുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നു.
അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ചും കൂടി നമ്മുടെ കാൽക്കുലേഷൻസിൽ ഫാസ്റ്റർ ആവണം, കുറച്ചും കൂടി ഷോർട്ട് കട്ട് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യണം, റാദർ ദാൻ വലിയ വലിയ ഇക്വേഷൻസ് ഒക്കെ എഴുതി അത് സോൾവ് ചെയ്യുന്നതിനേക്കാളും എല്ലാ ക്വസ്റ്റ്യൻസിനും ചെറിയ ചെറിയ അപ്രോച്ചും കൂടെ ഉണ്ട്. ആ രീതിയിലാണ് നമ്മൾ സ്മാർട്ട് ആയിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, ODE ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, 4 മാർക്കിനേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ന്യൂമറിക്കൽ മെത്തേഡ്സ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന പോലത്തെയാണ്. ആൻഡ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മാത്സിന്റെ കാര്യം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മൾ ഇത് ഡിഫറൻസ് ML ആയിട്ട് പഠിച്ച് എഴുതിയതാണ്. സോ അതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക, കുറച്ചും കൂടി എന്ത് ചെയ്യുക, അതിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. ബേസിക്സ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും, അയ്യോ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ, ഞാൻ പണ്ട് പഠിച്ചതല്ലേ. അത് നമ്മളൊന്ന് ബ്രഷ് ചെയ്യുമ്പോൾ വീണ്ടും ഓർമ്മ വരും. ഓക്കെ, അപ്പൊ മാത്സ് 40 മാർക്സ് സെറ്റ്. ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഫിസിക്സ്. ആൻഡ് എഞ്ചിനീയറിംഗ് ഫിസിക്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. പണ്ട് നമ്മൾ പഠിക്കുന്ന ആ ഒരു ഫിസിക്സിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഇസ് കൈൻഡ് ഓഫ് തിയറി ബേസ്ഡ് ആണ്, മൊത്തത്തിൽ തിയറി ബേസ്ഡ് ആണ്. അപ്പൊ അതിൽ തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് തിയറി ബേസ്ഡ് ആവുമ്പോൾ തന്നെ അതിലെന്താണ് ലേസേഴ്സ്, ആപ്ലിക്കേഷൻ, ഫൈബർ ഒപ്റ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആൻഡ് അക്കോസ്റ്റിക്സ് കാര്യങ്ങൾ കുറെ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് മെജോറിറ്റി എന്താണ് തിയറി ബേസ്ഡ് കാര്യങ്ങളാണ്. ആൻഡ് ചെറിയ ചെറിയ എന്താ പറയാ ഇക്വേഷൻസ് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് വരും. ഇനി എന്താണ് കെമിസ്ട്രി ആണെങ്കിലും പ്യോർലി തിയറി ആണ്. സോ ഇഫ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ എന്താ കാണേണ്ടത്, സിലബസിനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഫിസിക്സ് കെമിസ്ട്രി തിയറി പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ തിയറി എന്ത് ചെയ്യാം, തിയറി നല്ല രീതിയിൽ നമ്മൾ തിയറിന്ന് ചോദിക്കുന്ന 60 മാർക്സും നമ്മൾ ഫുൾ കിട്ടും എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യണം, മാത്സിനെ ഫോക്കസ് ചെയ്യാം, നമ്മുടെ വീക്ക്നെസ് കണ്ടുപിടിച്ച് അതിനെ ഫോക്കസ് ചെയ്യാം. സോ സിലബസ് ഇസ് ലൈക്ക് എന്താ പറയാ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. ആൻഡ് വി ഹാവ് ഇനഫ് ടൈം അല്ലെ. നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഡിസംബർ, ജാൻ ഒരു 2 കംപ്ലീറ്റ് മന്ത്, ആൻഡ് ഫെബ്രുവരി 18 ഡേയ്സും കൂടെ ഉണ്ട്. ആൻഡ് നമുക്ക് ബുക്സ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ റെഫറൻസ് ബുക്സ് നിങ്ങൾക്ക് എടുക്കാം, എന്തിൽ നിന്ന് പഠിക്കാം അല്ലെ. ഇത്രയും സിലബസ് ഉണ്ട്, എന്തിൽ നിന്ന് പഠിക്കാം അല്ലെ. അപ്പൊ റെഫറൻസ് നോക്കുകയാണെങ്കിൽ മാത്സിന്റെ ബെസ്റ്റ് റെഫറൻസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് നമുക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാനായിട്ട് പറ്റും മാത്സിന്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്താണ്, ഫിസിക്സിന് നോക്കുകയാണെങ്കിലും നമുക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് അരുൺമൂർത്തിയുടെ ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് അടുത്ത സെക്കൻഡ് പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്സും നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി NPTELന്റെ വെബ് ബുക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫിസിക്കൽ കെമിസ്ട്രിക്ക് എന്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ബുക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ബുക്സ് ലൈക്ക് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സിലബസ് എന്താണെന്ന് നോക്കി, ഏതൊക്കെ റെഫറൻസ് ബുക്ക് വേണം, ഏതൊക്കെ ബുക്സ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു അല്ലെ. സി ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ എവറിബഡി ക്യാൻ ഡു അല്ലേ. സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം, കളക്ട് ചെയ്യാം, എന്തെന്ന് പഠിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. എവറിബഡി ഇപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യണ എല്ലാവർക്കും ദേ ക്യാൻ ഡു ദാറ്റ്. എല്ലാവർക്കും സിലബസ് നോക്കി അതിന് വേണ്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കാം, ഒരുപാട് PDFസും ഒരുപാട് നോട്ട്സും കളക്ട് ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ നമ്മൾ എക്സാം ക്ലിയർ ആവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സോ ആദ്യം തന്നെ നമ്മൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ വി ഹാവ് ടു ഡെവലപ്പ് ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. സി ആരും ഇനിഷ്യലി വന്നിട്ട് ടോപ്പർ ആവുന്നതല്ല. സി ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് ആണ്. നമ്മളടുത്ത് എല്ലാവരും പറയും ഹാർഡ് വർക്ക് ചെയ്യൂ, നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ബട്ട് ഐ വോണ്ട് സേ ഹാർഡ് വർക്ക് അല്ല, ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് ആണ്. ലൈക്ക് എല്ലാവർക്കും ടൈമിന്റെ കൺസ്ട്രെയിൻ ഇല്ലെങ്കിൽ ഈ 100 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു 90 മിനിറ്റ്സ് ടൈമില് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 1 മിനിറ്റ് പോലും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് 1.5 മണിക്കൂർ, അതായത് 90 മിനിറ്റ്സിൽ 100 ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് പോലും ഇല്ല. ആൻഡ് ദർ ആർ പീപ്പിൾ അവർക്ക് ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ 1 മിനിറ്റ് എടുക്കും. സോ നമ്മളാണ് നമ്മളെ എന്ത് ചെയ്യേണ്ടത്, ട്രെയിൻ ചെയ്യേണ്ടത്. സോ ടോപ്പർ ആണെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പർ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. നമ്മൾ എപ്പോഴും പറയും ദർസ് എ സെയിം വി ആർ അവർ തോട്ട്സ്. അപ്പം നമ്മുടെ തോട്ട്സിനെ അലൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ തോട്ട്സിനെ ആക്ഷൻസ് ആയിട്ട് മാറ്റാനായിട്ടും പറ്റും. അപ്പൊ ആദ്യം ഞാൻ ചെയ്യേണ്ടത് ഓക്കെ ഐ എം എ കാൻഡിഡേറ്റ്, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, IEOK പഠിക്കാൻ പോവാണ്, ഐ എം എ സ്റ്റുഡന്റ്, പഠിക്കണം, ദാറ്റ്സ് മൈ ഡ്യൂട്ടി. അങ്ങനെ ഞാൻ സിലബസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ വെറുതെ പഠിച്ചുകൊണ്ടിരുന്നോണ്ട് മാത്രം കാര്യമുണ്ടോ? ഐ ഷുഡ് ബി എ മെന്റർ ഓൾസോ. അതായത് ഞാൻ പഠിക്കുമ്പോൾ എനിക്കറിയാം ഓക്കെ എന്റെ കാൽക്കുലസ് വീക്കാണ്, എന്റെ ഇന്റഗ്രേഷൻ വീക്കാണ്. ആൻഡ് എനിക്ക് ചില സമയത്ത്
എനിക്ക് അറിയാൻ പറ്റും ഓക്കെ എന്റെ ഇന്റഗ്രേഷൻ വീക്ക് ആണ് ബിക്കോസ് എനിക്ക് ബേസിക് ഇക്വേഷൻസ് അറിയില്ല, അല്ലെങ്കിൽ എന്റെ ഇന്റഗ്രേഷൻ വീക്ക് ആണ് ബിക്കോസ് എനിക്കത് നേരെ ചൊവ്വേ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ വാട്ട് മേക്സ് യു വീക്ക് ഇൻ ദാറ്റ് ടോപ്പിക്. ആൻഡ് അത് നമ്മൾ തന്നെ നമ്മളെ സെൽഫായിട്ട് മെന്റർ ചെയ്ത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ദർ ആർ പീപ്പിൾ, ഇപ്പൊ ഈവൻ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും സ്റ്റുഡൻസ് പറയുന്നില്ല എനിക്ക് മാത്സ് ടഫാണ്, എനിക്ക് കാൽക്കുലസ് ടഫാണ്. ആൻഡ് ഞാൻ പറയും സി നമ്മളുടെ ആദ്യത്തെ നമ്മുടെ സ്ട്രെങ്ത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീക്ക്നെസ് നമ്മൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്ട്രെങ്ത്. സി ദർ ആർ പീപ്പിൾ അവർക്ക് അവരുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയില്ല, അവർക്ക് അറിയില്ല അവർക്ക് എന്തുകൊണ്ടാണ് എക്സാംസ് കിട്ടാത്തത്, അവർ ഏത് ഏരിയയിലാണ് വീക്ക്. അപ്പൊ ആദ്യം ഒരു ടോപ്പർ ആവുന്നതിന്റെ മെയിൻ തിങ് എനിക്കറിയാം ഐ എം വീക്ക് ഇൻ ദാറ്റ്. എന്റെ വീക്ക്നെസ് ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എന്റെ സ്ട്രെങ്ത്. ദെൻ ഞാൻ എന്ത് ചെയ്യും, വെറുതെ അയ്യോ ഞാൻ ഇതിൽ വീക്ക് ആണെന്ന് പറഞ്ഞ് ഇരുന്നാൽ തീർന്നു. ഞാൻ അതിന് വർക്ക് ചെയ്യും. എന്റെ സ്ട്രോങ് പാർട്ടിനെ ഞാൻ പിന്നെയും സ്ട്രോങ് ആക്കും, വീക്ക് ആയിട്ടുള്ള പാർട്ടിൽ ഞാൻ വർക്ക് ചെയ്യും. അതാണ് നമ്മളൊരു മെന്റർ ആവുന്നതിന്റെ ഗുണം. ആൻഡ് നമ്മൾ തന്നെ നമ്മുടെ മെന്റർ ആവുന്നത്. എനിക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത്, സോ ഐ ക്യാൻ വർക്ക് ഓൺ മൈസെൽഫ്. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുടെ രീതിയിലും കൂടി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നോളജ് വേണം. അതായത് ഞാൻ നല്ല രീതിയിൽ ഒരു ടോപ്പിക് പഠിച്ചു, എനിക്ക് നല്ല രീതിയിൽ ആ ടോപ്പിക് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എനിക്കറിയാം ഓക്കെ ദർ ഇസ് എ ചാൻസ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയും സി ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല പക്ഷെ ചോദിക്കാം. ആൻഡ് ദർ ആർ ഇൻസ്റ്റൻസസ് അത് ചോദിക്കും. കാരണം എന്താണ്, ദേ ഹാവ് ദാറ്റ് നോളജ്. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളെ പോലെ ചിന്തിക്കാനുള്ള നോളജ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി. ആൻഡ് ഇഫ് യു തിങ്ക് ഓക്കെ ഐ ക്യാൻ ബി എ കാൻഡിഡേറ്റ്, എനിക്ക് കാൻഡിഡേറ്റ് ആവാൻ പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് മെന്റർ ആവാൻ പറ്റുന്നില്ല, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോച്ചിങ് ക്ലാസ്സസ് എടുക്കുക അല്ലെ. കോച്ചിങ് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഓൾറെഡി അവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ് അല്ലെ, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഹെൽപ്പ് യു അല്ലെ, വി ക്യാൻ മെന്റർ യു. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസും ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് മെയിൻ നമ്മുടെ റോൾ എന്ന് പറയുന്നത്, ടു ഹെൽപ്പ് യു അല്ലെ. അപ്പോ ഇതാണ് സി എല്ലാവരും എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നു, കൺഫർമേഷൻ കൊടുക്കുന്നു, എല്ലാവരും സിലബസ് ഡൗൺലോഡ് ചെയ്യുന്നു, റെഫറൻസ് ടെക്സ്റ്റുകൾ തേടുന്നു. പക്ഷേ എന്തുകൊണ്ട് എല്ലാവരും എക്സാം ക്ലിയർ ചെയ്യുന്നില്ല? ദേ ലാക്ക് ദ സ്ട്രാറ്റജി. അവർക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ആൻഡ് വി നീഡ് ടു ഡെവലപ്പ് ദാറ്റ്. അത് നമുക്ക് എവിടെയും പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, നമ്മൾ ഡെയിലി വർക്ക് ചെയ്തെടുക്കണം. സോ ആദ്യം ഇതിന് എന്ത് ചെയ്യണം, നമ്മളൊരു ആക്ഷൻ പ്ലാൻ ആണ് നോക്കുന്നത്. ആൻഡ് ആ ആക്ഷൻ പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സി വാട്ട് ഐ എം ഡൂയിങ് ഇസ് ലൈക്ക് മെയിൻലി പ്ലാനിങ് ഫേസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് മെയിൻ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, എവ്രിബഡി പ്ലാൻസ്. ഏത് എക്സാമിന്റെ കൺഫർമേഷൻ ഡേറ്റ് വരുമ്പോഴും എവ്രിബഡി മെജോറിറ്റി പീപ്പിൾ പ്ലാൻ. ആൻഡ് വാട്ട് ദേ ലാക്സ്, അവർക്കൊരു ആക്ഷൻ എടുക്കണം എന്നില്ല. ദേ ജസ്റ്റ് പ്ലാൻ, അത് ചെയ്യണം ഇത് ചെയ്യണം, ആ കോഴ്സ് പർച്ചേസ് ചെയ്യൂ, ഈ കോഴ്സ് പർച്ചേസ് ചെയ്യൂ, ഇത് പഠിക്കൂ അത് പഠിക്കൂ. ആൻഡ് കൺസിസ്റ്റന്റ് ആവില്ല, ഇടയ്ക്ക് വെച്ച് മോട്ടിവേഷൻ പോവും. സോ നമ്മൾ ചെയ്യാൻ പോണ ഒരു ആക്ഷൻ പ്ലാൻ ആണ്. അപ്പൊ ആദ്യത്തെ പ്ലാനിങ് ഫേസ് അല്ലെ, നമ്മൾ പറയും എന്ത് ചെയ്താലും എത് പണ്ണാലും പ്ലാൻ പണണോന്ന് പറയും. സോ മാക്സിമം 3 days നമുക്ക് പ്ലാനിങ് ചെയ്യാം. ആൻഡ് ഐ ഡോണ്ട് സേ നിങ്ങൾ 3 days എടുത്ത് പ്ലാനിങ് ചെയ്യണം. നിങ്ങളുടെ പ്ലാനിങ്ങിന്റെ ഭൂരിഭാഗം സമയവും പ്ലാനിങ് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു വർക്ക്, സ്റ്റാർട്ട് വർക്കിംഗ് എന്നേ ഞാൻ പറയത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഇനിയും ഒന്ന് ടൈം വേണം എങ്കിൽ എന്ത് ചെയ്യാം, സിലബസ് നോക്കി ഇനി എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനായിട്ട് നമുക്കറിയാം മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, വേറെ സിലബസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. എനിക്കറിയാം കുറെ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, കുറെ പേര് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു പ്രശ്നമില്ല, അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം, എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാം. ഇഫ് യു ആർ ലേസി, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാം. യൂട്യൂബിൽ തന്നെ വീഡിയോസ് കാണും അല്ലെ, അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ വീഡിയോസ് കാണും, അതിരുന്ന് കാണാം. അല്ലെങ്കിൽ ജസ്റ്റ് അതിരുന്ന് കാണണം ഞാൻ പറയാം, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, വായിക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എനിക്ക് എന്തൊക്കെ അറിയാം. ചിലപ്പോൾ നമുക്ക് തോന്നും എനിക്കൊന്നും അറിയില്ല. സി നമ്മളുടെ റിയലൈസേഷൻസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഒന്നും അറിയില്ല, ദാറ്റ്സ് എ റിയലൈസേഷൻ. വിൽ സ്റ്റാർട്ട് അല്ലേ, നമ്മൾ എല്ലാം ചെയ്ത് തുടങ്ങും. ആരും ഫസ്റ്റ് ഡേ എല്ലാം അറിഞ്ഞിട്ടല്ല വരുന്നത്, പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. ഇനി അടുത്തത് ഞാൻ അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, ഇത് എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ, സിലബസ് മൊത്തം മാത്സും ഫിസിക്സും കെമിസ്ട്രി ഓക്കെ ബിടെക്കിന് പഠിച്ചതാണ്, എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ?
ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഒരു സമയം കൊണ്ട് എനിക്ക് മൊത്തം പഠിക്കാൻ പറ്റും. ദാറ്റ്സ് അവർ സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ. അപ്പൊ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ദർ ആർ പീപ്പിൾ ഹു ആർ എഫിഷ്യന്റ് ഇനഫ് ഒറ്റയ്ക്ക് ഇത് മൊത്തം പഠിക്കാൻ. പക്ഷെ വാട്ട് ഐ ഓൾവേസ് സജസ്റ്റ് ഇസ് ദാറ്റ് ദിസ് ഇസ് സംതിങ്, നമ്മൾ കുറച്ച് അൺസർട്ടൺ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ, നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ട് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോച്ചിങ് എടുക്കാം. എന്തുകൊണ്ട് ഒരു കോച്ചിങ് എടുക്കുന്നത് ബെറ്റർ ആവണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഓൾറെഡി നോ, അവർക്ക് ഈ സിലബസ് നിങ്ങൾ ചെയ്യേണ്ട ഇന്റേണൽ വർക്ക്സ് ഒക്കെ അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്താണ് സ്ട്രാറ്റജി, എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം കോണ്ടന്റില്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് തരണം, എന്തൊക്കെ മോഡൽ കാര്യങ്ങൾ തരണം, ഒക്കെ ഓൾറെഡി പ്ലാൻഡ് ആണ്. സോ നമുക്ക് അതിനെ കുറിച്ചൊന്നും വറി ചെയ്യണ്ട, ജസ്റ്റ് അവർ തരുന്ന കോണ്ടന്റ്സ് പഠിച്ചാൽ മതി. സോ ഇറ്റ്സ് അപ് ടു യു. എന്ത് ചെയ്യാം, നമുക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് എടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ സോഴ്സും നമ്മുടെ പ്രിപ്പറേഷനിൽ വേണ്ട റെഫറൻസ് ടെക്സ്റ്റുകളാണോ, അതായത് ഞാൻ പറയാം, ഈ റെഫറൻസ് ടെക്സ്റ്റ് ഒക്കെ വെച്ച് പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്കത് വേഗം വർക്ക് ആവും. പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ ഉണ്ട്, ദേ ആർ ജസ്റ്റ് ലേസി ടു റീഡ് റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ്. അല്ലെങ്കിൽ അവർക്ക് എന്താണ്, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഞാൻ ചിലപ്പം ഒരു 3 days ഞാൻ ഒരു ചാപ്റ്റർ, ഒരു മൊഡ്യൂള് വെച്ചിരിക്കും. പക്ഷെ വെൻ ഐ എം വാച്ചിങ് എ വീഡിയോ ക്ലാസ്, അവർ 3 hours കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ചാപ്റ്റർ ഒരു മൊഡ്യൂള് തീർത്തിട്ടുണ്ടാവും. സോ അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് വെച്ചിരുന്ന് സമയം കളയണോ, അതോ സ്മാർട്ടായിട്ട് വീഡിയോ ക്ലാസ്സസ് കണ്ട് വേഗം പഠിക്കണം. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ചിരുന്ന് പഠിക്കുന്ന ആൾ ഇസ് ഡൂയിങ് ഹാർഡ് വർക്ക്. പക്ഷെ അതിന് റിസൾട്ട് വരാൻ ഇറ്റ് ടേക്സ് ടൈം അല്ലേ. അടുത്ത ഡിസംബറിലാണ് എക്സാം വരുന്നതെങ്കിൽ നമുക്ക് മുഴുവൻ റെഫറൻസ് ടെക്സ്റ്റും എടുത്ത് വെച്ച് വായിച്ചിരുന്ന് പഠിക്കാനുള്ള സമയമുണ്ട്. ഇപ്പൊ സമയമുണ്ടോ? 3 months-നുള്ളിൽ, ലെസ് ദൻ 3 months-നുള്ളിൽ വി ഹാവ് ടു ടാക്കിൾ ദിസ്. സോ വാട്ട് ഐ പ്രിഫർ ഇസ് വീഡിയോ ക്ലാസ്സസ്. വീഡിയോ ക്ലാസ്സസ് ആവുമ്പോൾ മോസ്റ്റ്ലി എന്താണ്, കോച്ചിങ് സെന്റേഴ്സ് വിൽ ബി ലൈക്ക് പ്രൊവൈഡിങ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്. സോ ദാറ്റ് എന്താണ്, നമ്മുടെ ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 3 hours ആ കണ്ടന്റ് പഠിച്ചാൽ വി കൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ആൻഡ് നമുക്കറിയാം ഇവിടുത്തെ നമ്മുടെ മെയിൻ ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് അല്ലെ. ലെസ് ഒരു കഷ്ടി 2.5 മാസം കൊണ്ട് വി ഹാവ് ടു കംപ്ലീറ്റ് ദ സിലബസ് ആൻഡ് ഗിവ് ദ എക്സാം. ഓക്കെ, അപ്പൊ അവിടെ സ്മാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, ഒരു കോച്ചിങ് തന്നെ വേണം. അല്ലെങ്കിൽ യു നീഡ് ടു ബി എന്താ പറയാ, എക്സ്ട്രാ ഓർഡിനറി സ്മാർട്ട് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റഡി പ്ലാനും ഒക്കെ നോക്കി, MCs-ഉം MCQs-ഉം കാര്യങ്ങളും ഒക്കെ നോക്കി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആക്ഷൻ ഫേസ് ആണ്. മെനി പീപ്പിൾ ഡു ദ പ്ലാനിങ് ഫേസ്. ഇറ്റ്സ് ഈസി ടു പ്ലാൻ അല്ലേ, ഭയങ്കര ഈസിയാ പ്ലാൻ ചെയ്യാൻ. ആൻഡ് ചില സമയത്ത് നമ്മൾ ഓവർ പ്ലാനും ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, വെറുതെ ഇരിക്കും. പക്ഷെ ആക്ഷൻ അല്ലെ, നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ആക്ച്വലി ആക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുക. ടോപ്പിക്സ് മാത്രമല്ല MCQs-ഉം ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. സിലബസ് കംപ്ലീഷൻ ആണ് നമ്മളുടെ മെയിൻ. സിലബസ്, വൺസ് യു കംപ്ലീറ്റ് ദ സിലബസ്, വെറുതെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. ഞാൻ ആക്ച്വലി ഇപ്പം ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പീപ്പിൾ ആർ ജസ്റ്റ് ലൈക്ക്, സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നറിയോ, അവർക്ക് വേഗം സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് കാൽക്കുലസ് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഒരു ബേസിക് ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റക്ക് ആയിരിക്കും. പക്ഷെ അവർ പറയുന്നില്ല ഞാൻ കാൽക്കുലസ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയല്ല നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറിയുന്ന പോലെ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് തന്നെ ടൈം മാനേജ്മെന്റും കൂടെ വേണം. ഞാൻ പറഞ്ഞു 100 questions 90 minutes ഉള്ളൂ. സോ 90 minutes-ന് മുമ്പ് എന്റെ എക്സാം തീരുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യണം, 100 questions അറ്റൻഡ് ചെയ്ത് പഠിക്കണം. മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എല്ലാം അറിയാം, ഐ കംപ്ലീറ്റഡ് ദ സിലബസ്, ഞാൻ MCQs ചെയ്തു, ഇനി ഞാൻ പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ എത്ര പഠിച്ചിട്ടും ചില ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റിക്കുന്നു, ഞാൻ എത്ര പഠിച്ചിട്ടും ചില ക്വസ്റ്റ്യൻസ് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതൊക്കെ നമുക്ക് നമ്മുടെ മെന്ററിംഗിന്റെ മെയിൻ സ്റ്റെപ്പ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻസിന്റെ മെയിൻ സ്റ്റെപ്പ് തരുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. സോ വാട്ട് ഐ സേ ഇസ് ലൈക്ക് ഡെയിലി ടേക്ക് എ മോക്ക് ടെസ്റ്റ്. എല്ലാ ദിവസവും ഈവൻ ദോ ടോപ്പിക്സ് ഒന്നും അറിയില്ലെങ്കിലും ജസ്റ്റ് ട്രൈ ടു ഡു എ മോക്ക് ടെസ്റ്റ്. ആൻഡ് മോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ കുറച്ച് ലേസി ആയിരിക്കും, അപ്പൊ ഒരു മോക്ക് ടെസ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഒന്നും അറിയണ്ടാവില്ല, അപ്പൊ ആ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റനും ആൻസറും പഠിച്ചു പോവാം. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ അവരെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നോക്കുക. സോ അങ്ങനെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം.
എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോട്ട് മേക്കിംഗ്. ആൻഡ് നോട്ട് മേക്കിംഗ് നിങ്ങൾ ചെയ്യണം. ഈവൻ ദോ നമ്മൾ കോച്ചിങ് ക്ലാസ് എടുത്തു, കോച്ചിങ്ങിൽ അവർ PDF നോട്ട്സ് തരുന്നുണ്ട്, ആയിക്കോട്ടെ, അവർ PDF നോട്ട്സ് തരുന്നുണ്ട്, അത് നോക്കി നമ്മൾ പഠിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്മാർട്ടായിട്ട് നോട്ട്സ് എഴുതണം. നോട്ട്സ് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ എന്താ പറയുക, വലിയ കുറെ ബുക്സ് എടുത്ത് ഒരുപാട് നോട്ട്സ് എഴുതി വാരി കൂട്ടാന്നുള്ളതല്ല. വളരെ ഷോർട്ടായിട്ട് മെമ്മറി മാപ്പ് പോലെ എനിക്ക് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് എക്സാമിന് പോകുന്നതിന്റെ തലേന്ന് എനിക്ക് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. മൊത്തം സിലബസ് എനിക്ക് റിവൈസ് ചെയ്യണം. ഞാൻ എഴുതിയിരിക്കുന്ന ക്യാപ്സ്യൂൾ നോട്ട്സ് നോക്കിയാൽ മതി. അപ്പൊ അത് അത്രയും മിനിമൈസ് ചെയ്ത് അത്രയും ചെറുതാക്കി ഇപ്പം ഒരു ചാപ്റ്റർ ഒരു പേജിൽ തീരുന്നത് പോലത്തെ നോട്ട്സ് ഉണ്ടാക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു 5-10 പേജ് മറിക്കുമ്പോൾ നിങ്ങൾ മൊത്തം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നോട്ട്സ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അതും എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ, ഈ IEയുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ. ദിസ് ഇസ് നോട്ട് സംതിങ് എന്താ പറയാ റോക്കറ്റ് സയൻസ് പോലത്തെ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം, നമ്മുടെ വീക്ക്നെസ് തിരിച്ചറിയണം, പ്രോപ്പർ മെന്റർഷിപ്സ് വേണം, നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഒക്കെ അറിയണം. പിന്നെ മെയിൻലി ഇപ്പൊ ഈവൻ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ക്ലാസ്സസിലൊക്കെ ആണെങ്കിലും സ്റ്റുഡൻസിന്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. അതായത് whenever ഒരു ക്വസ്റ്റ്യൻസ് ടഫ് ആവുമ്പോൾ, whenever if I am doing something calculus ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ they are upset. പക്ഷെ അതിന് പകരം നമ്മൾ അതായത് ഈസി ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുള്ളൂ, ഇത് ചോദിക്കൂ, ദിസ് ഇസ് ടൈം കൺസ്യൂമിങ്. PSCയുടെ ട്രെൻഡ് നിങ്ങൾ കണ്ടതാണ് അല്ലെ, എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലെവലിലെ ക്വസ്റ്റ്യൻസ് വരെ ഫേസ് ചെയ്യാനുള്ള പോലെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഈസി ലെവൽ പ്രിപ്പറേഷൻ, ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയാൽ നമ്മൾ അപ്സെറ്റ് ആവും. നമ്മൾ ഏറ്റവും വേർസ്റ്റ് പോസിബിൾ സെനാറിയോ, ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിന് വരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഈസി ആണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ബേസിക്സ് സെറ്റ് ആയിരിക്കണം. ബേസിക്സ് സെറ്റ് ആയാൽ മാത്രമാണ് ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഏത് ക്വസ്റ്റ്യൻസ് കണ്ടാലും എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കഴിഞ്ഞ എക്സാമിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ആൻഡ് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്, മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ എന്ത് ചെയ്യും, IES പ്രിലിംസിന്റെ ഗേറ്റിന്റെ ഒക്കെ മാത്സ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട്. സോ ഈ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, IESന്റെയും അതുപോലെ തന്നെ ഉള്ള എക്സാംസിന്റെ, അതായത് ഈ സിലബസ് വരുന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, അതായത് ലൈക്ക് ഇത് മൊത്തം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ തന്നെ മെന്റർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ നമുക്ക് ഒരുമാതിരി ലോസ്റ്റ് ഫീലിംഗ് വരും, അല്ലെ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്കൊരു ഇൻകേപ്പബിലിറ്റി വരും. നോട്ട് എവറിബഡി ക്യാൻ ഡു ദാറ്റ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ കോഴ്സിലേക്ക് വരാണെങ്കിൽ ഓൾറെഡി നമുക്ക് കഴിഞ്ഞ 2019 നടന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻസിന്റെ ടോപ്പേഴ്സിന്റെ ഒക്കെ എന്താണ് നമ്മുടെ ബാച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ബാച്ച് ഓഫർ പ്രൈസിൽ എടുക്കാം. ആൻഡ് ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രോപ്പർ മെന്റർഷിപ്പ് കിട്ടും, ടോപ്പിക് വൈസ് MCQസും മോഡൽ എക്സാംസും ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ കിട്ടും. സോ യു ഹാവ് ദ പ്രോപ്പർ ഗൈഡൻസ്. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ് അല്ലെ. നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്താൽ മതി, ആക്ഷൻ തുടങ്ങിയാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കെൻ ആസ്ക്. സോറി, ഓഡിബിൾ അല്ലായിരുന്നു. മാത്സിന്റെ സ്ട്രാറ്റജി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേ. മാത്സിന്റെ സ്ട്രാറ്റജി ആണോ? ഓക്കെ. മാത്സിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മളിപ്പോ മാത്സിന് പഠിക്കുമ്പോൾ വാട്ട് ഐ സീ ഇസ് ലൈക്ക് നിങ്ങൾ ഗേറ്റിന്റെ മാത്സ് നോക്കാം. കാരണം ഗേറ്റിന്റെ മാത്സിന്റെ സിലബസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഗേറ്റിന്റെ മാത്സിൽ ഇപ്പൊ ലീനിയർ ഓൾജിബ്ര ഒക്കെ പറയുകയാണെങ്കിൽ ഈ ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് ഒക്കെ കിട്ടാനായിട്ട് ദർ ആർ ലോട്ട്സ് ഓഫ് ട്രിക്ക്. ഇതിനെ നോർമൽ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ്. നമ്മൾ എപ്പോഴും ബിടെക്കിനൊക്കെ നോർമൽ രീതിയിൽ ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങൾ ഗേറ്റിന്റെ രീതിയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് യു വിൽ ഗെറ്റ് ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ്. ആൻഡ് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാം പേപ്പർ നോക്കുകയാണെങ്കിലും എപ്പോഴും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഈ ഐഗൻ വാല്യൂസിന്റെ സമ്മ്, ഐഗൻ വാല്യൂസിന്റെ പ്രോഡക്റ്റ്. അതിനൊക്കെ സിമ്പിൾ ഇക്വേഷൻസ് ഉണ്ട്, പെട്ടെന്ന് കിട്ടുന്ന ട്രിക്സ് ഉണ്ട്.
സോ മാത്സിന് എപ്പോഴും പഠിക്കാൻ വാട്ട് ഐ സേ ഇസ് ലൈക്ക് ഗേറ്റിന്റെ ക്ലാസ്സസ് റെഫർ ചെയ്യാം. കാൽക്കുലസ് ആണെങ്കിലും ഇപ്പം നമ്മൾ പൊതുവേ ചെയ്യുന്ന മാക്സിമം മിനിമം അങ്ങനെ നമ്മൾ പൊതുവേ ചെയ്യുന്ന നോർമൽ ലോങ് മെത്തേഡ്സ് ഒക്കെ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വർക്ക് ആവില്ല. സോ ഗേറ്റിന്റെ ക്ലാസ്സസ് റെഫർ ചെയ്താൽ യു കെൻ ഈസിലി ഗെറ്റ് ഒരുപാട് ഷോർട്ട് കട്ട്സ് ആൻഡ് ഓൾ ഒരുപാട് കിട്ടും. നമ്മൾ ചിന്തിക്കുക പോലുമല്ലോ ഇത്ര പെട്ടെന്ന് ആൻസർ കിട്ടുമെന്ന്. ദർ ആർ ലോട്ട്സ് ഓഫ് മെത്തേഡ്സ്. അപ്പം അങ്ങനെയാണ് മാത്സ് പഠിക്കുക ആൻഡ് പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്. ആൻഡ് ഇപ്പം ഇഫ് യു ഫീൽ, ഇപ്പൊ പ്രിയ ആണോ ഡൗട്ട് ചോദിച്ചത്, ഞാൻ പേര് ഓർക്കുന്നില്ല, പക്ഷെ ഇഫ് യു ഫീൽ ലൈക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞു, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് തരുന്ന ക്ലാസ്സസ് മൊത്തം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓക്കെ എനിക്ക് അത് കിട്ടണില്ല എന്നൊക്കെ അറിയണ്ടാവും. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവും നമുക്ക് കുറെ കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ പിന്നെയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിത്തുടങ്ങും. ആൻഡ് ഇപ്പൊ തോന്നുകയാണ് ചില ഒരു ടോപ്പിക് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഒട്ടും കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഒക്കെ യു കെൻ സ്കിപ്പ് ദാറ്റ് ടോപ്പിക്. ബിക്കോസ് ചില ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ ഇപ്പം ഈവൻ ഈ തവണ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാമിനാണെങ്കിൽ ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ചോദിച്ച ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു, പക്ഷെ അവരിപ്പോ ട്രിപ്പിൾ ഇന്റഗ്രൽ ഒരു ട്രിപ്പിൾ ഇന്റഗ്രൽ ഒക്കെ ചോദിച്ചാൽ ഇറ്റ് ഇസ് ഭയങ്കര ടൈം കൺസ്യൂമിങ്. സോ അപ്പൊ നമ്മൾ സ്മാർട്ട് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇപ്പൊ മാത്സിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ട്രാറ്റജി ഈസ് ടു ലേൺ ഇറ്റ്. ആദ്യം ബേസിക്സിന്ന് മാത്സ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി. ആദ്യത്തെ ആ മാത്സിന്റെ അടുത്ത് ഇഫ് യു ആർ നമുക്കുള്ള ഒരു പേടി മാറ്റാന്നുള്ളതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ജസ്റ്റ് ലേൺ ഇറ്റ്. ഇപ്പൊ അതെന്താ ഞാൻ അങ്ങനെ പറയണെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ലോട്ട്സ് ഓഫ് ഫിയേഴ്സ് ഉണ്ടാവും. ഇപ്പം ഈവൻ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നെ പറയണേ ഐ എം സമ്മൺ ഐ ജസ്റ്റ് ഹേറ്റ് കെമിസ്ട്രി. അപ്പം എനിക്ക് കെമിസ്ട്രി പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടമല്ല. ഐ എം സേ അയ്യോ എനിക്ക് കെമിസ്ട്രി കിട്ടില്ല, അത് അങ്ങനെ ഇങ്ങനെ. അപ്പൊ വൺസ് ഐ സ്റ്റാർട്ട് ലേണിംഗ് ഇറ്റ് എനിക്ക് മനസ്സിലാക്കി ഇത് അങ്ങനെ ഇമ്പോസിബിൾ അല്ല, ഐ ക്യാൻ സ്റ്റഡി ദിസ്. അപ്പൊ അതേപോലെയാണ് മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് ഈസിയാണ്. നമ്മൾ ബിടെക്കിന് പഠിച്ച പോലത്തെ വലിയ ലെങ്തി കാൽക്കുലേഷൻസ് അല്ല, ദർ ആർ ഈസി സിമ്പിൾ സ്റ്റെപ്സ്. അതിൽ തന്നെ ലീനിയർ ഓൾജിബ്ര ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സും പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഈസിലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കാൽക്കുലസും ഓഡിയും വരുമ്പോഴാണ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് എന്താണ് ഈസിലി അച്ചീവബിൾ ആണ്, പഠിച്ചു കഴിഞ്ഞാൽ സമയമുണ്ട്. സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ടെക് പി എസ് സിയിലെ ഡെയിലി ക്വിസ് ഉണ്ടാവും, അതോ വീക്ക്ലി ടെസ്റ്റ് ആണ്? പ്രിയ കുറച്ചും കൂടി ഉറക്കെ ചോദിക്കാമോ? പ്രിയയുടെ വോയിസ് ഓഡിബിൾ അല്ല. ടെക് പി എസ് സിയിലെ വീക്ക്ലി ടെസ്റ്റുകളാണ്, അതോ ഡെയിലി ക്വിസ് ഉണ്ടാവോ? ലൈക്ക് അത് നമ്മുടെ ടീം റെസ്പോണ്ട് ചെയ്യും. ടെക് പി എസ് സിയിൽ നമ്മൾ ഡെയിലി ലൈവ് വർക്ക്ഔട്ട് സെഷനുകൾ ഉണ്ടായിരിക്കും. പിന്നെ വീക്ക്ലി മോഡൽ എക്സാംസ് തരും. അതുകൂടാതെ പി എസ് സിയുടെ അതേ പാറ്റേണിൽ 20 മാതൃകാ പരീക്ഷയും 5000-ഓളം ടോപ്പിക് വൈസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യും. താങ്ക് യു മിസ്. ഓക്കെ, ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നത് ഒന്നും കൂടി പറയാമോ? ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാത്സിന്റെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത്രയും ഇപ്പം ഹയർ എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ മോഡ്യൂൾസും ഉണ്ടാവും. സോ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യണ എങ്ങനെയാന്ന് വെച്ചാൽ യു ഹാവ് ടു സ്റ്റഡി. അതിലിപ്പോ ലീനിയർ ഓൾജിബ്ര കൊടുത്തിരിക്കുന്ന പണ്ട് നമ്മൾ ബിടെക്കിനൊക്കെ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്ത പോലെ യു നീഡ് ടു സ്റ്റഡി. അത് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ പറ്റുക. വീഡിയോ ലെക്ചേഴ്സ് നോക്കാം. ഇപ്പം എന്താ പറയാ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി വീഡിയോ ലെക്ചേഴ്സ്. പക്ഷെ എന്താ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ എക്സാമിനും ഓരോ പാറ്റേൺ ഉണ്ട് അല്ലെ? അപ്പം നിങ്ങളിപ്പോ വീഡിയോ ലെക്ചർ നോക്കുമ്പോൾ അത് എന്ത് എക്സാമിനാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ വീഡിയോ ലെക്ചേഴ്സ് ആക്കിയിട്ട്. ഇപ്പം ഈ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫർ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ നോളജ് കിട്ടാനോ. ലീനിയർ ഓൾജിബ്ര എന്താണ് അവർ പഠിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ അത് പഠിച്ചതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ടൈം ലിമിറ്റ് ഇസ് ദയർ. ടെക്സ്റ്റ് ബുക്സിൽ ഷോർട്ട് കട്ട് മെത്തേഡ്സ് കൊടുക്കുകയില്ലേ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുമ്പോൾ ദേ വോണ്ട് ഗിവ് യു ഷോർട്ട് കട്ട്സ്. പക്ഷെ നമ്മൾ ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുമ്പോൾ അതിന് വേറെ സ്ട്രാറ്റജിയാണ്.
അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ അത്രയും എഫിഷ്യന്റ് ആണെങ്കിൽ നമുക്ക് പഠിക്കാം, ടെക്സ്റ്റ് ബുക്സ് നോക്കി റെഫർ ചെയ്യാം. പക്ഷെ ഈ ഒരു 2.5 മാസത്തിന്റെ ടൈം, 2.5 മാസം വരെ ഇല്ല, ആ ഒരു ടൈം കൺസ്ട്രെയിനിൽ നമുക്ക് പഠിക്കണമെങ്കിൽ എപ്പോഴും വീഡിയോ ലെക്ചേഴ്സ് ആണ് നല്ലത്. ഓക്കെ, അപ്പം ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നോർമലി പണ്ട് റെഫർ ചെയ്തിരുന്ന പോലെ വായിച്ച് അതിന്ന് എടുത്ത് കണ്ടുപിടിച്ച് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. സൈമന്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, സോ ഡൗട്ടുണ്ട്. ഹലോ, ചോദിച്ചു. നമുക്ക് ഡെയിലി ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ മോഡ് ഉണ്ടാവും. ഡെയിലി ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ, നമുക്ക് ഓൺലൈൻ ബാച്ചും ഉണ്ട് ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ഡെയിലി ഉണ്ടായിരിക്കും, സൺഡേ മാത്രം വീക്ക്ലി മോഡൽ എക്സാം ആയിരിക്കും വരുന്നത്. ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ 10 AM to 4 PM വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. ഓഫ്ലൈൻ ബാച്ചിന്റെ എന്തായിരുന്നു ഡൗട്ട്? ക്ലിയർ ആയില്ല. ഓഫ്ലൈൻ ബാച്ചിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും? അടൂരാണ് ഓഫ്ലൈൻ ബാച്ച് വരുന്നത്, പത്തനംതിട്ട ജില്ലയിലെ അടൂര്. മാം, ഈ ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് ഗേറ്റിന്റെ തന്നെയാണോ സിലബസിൽ വന്നിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്നത്? ആക്ച്വലി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്താ പറയാ, നമ്മൾ ഗേറ്റ്സിന് പഠിക്കുമ്പോൾ ദർ ഇസ് നോ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അപ്പം ഈ ഒരു ടോപ്പിക് ആക്ച്വലി നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. അപ്പൊ അതിന്റെ ടോപ്പിക്സ് ഇപ്പൊ നമുക്ക് ഗേറ്റ് റെഫർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഗേറ്റിന് മാത്സ് ഉണ്ട്, പക്ഷെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരുന്നില്ല. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് നമ്മൾ ഈ ഒരു ടോപ്പിക്സ് പഠിച്ചിട്ട് ഇതിന്റെ MCQs ചെയ്യാന്നുള്ളതാണ്. വേരിയസ് എക്സാംസിന് ഇപ്പം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഈ ടോപ്പിക് വരുന്ന എക്സാംസ് ഏതാന്ന് നോക്കിയിട്ട് നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പം PSCയുടെ ഈ ഒരു ടോപ്പിക്സ് വന്നത് ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടറിനാണ്. സോ അത് നമുക്ക് റെഫറൻസ് ആയിട്ട് വെക്കാൻ പറ്റും, അതിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്ന്. ആൻഡ് മോർ ഓവർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രീനെ കുറിച്ച് അത്രയും വറീഡ് ആവേണ്ട ആവശ്യമില്ല, ബിക്കോസ് സിലബസിലൂടെ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് ഓൾ തിയറി, മെജോറിറ്റി തിയറി ആണ്. ഫിസിക്സിൽ എനിക്ക് തോന്നുന്നു 1-2 പ്രോബ്ലംസ് കഴിഞ്ഞാൽ ബാക്കി മോസ്റ്റ്ലി തിയറി ആണ്. സോ ആ ഒരു തിയറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ മാത്സ് അങ്ങനെയല്ലല്ലോ. മാം, അപ്പൊ മാത്സിന് നമുക്ക് ഗേറ്റിന്റെ അത് തന്നെയല്ലേ സെയിം? അപ്പൊ നോക്കാമല്ലോ. മാത്സിന് നമുക്ക് ഗേറ്റ് നോക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഗേറ്റ് ആവുമ്പോൾ കുറച്ചും കൂടി ഈസിലി ഷോർട്ട് കട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമ്മൾ ലേൺ ചെയ്യേണ്ടി തന്നെ വരും. അതായത് ഇപ്പൊ ഗേറ്റിന്റെ ക്ലാസ്സിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരുന്നില്ലല്ലോ, അതുകൊണ്ട്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.